ബ്രഹ്മരൂപമേ നമാമ്യഹം പഞ്ചബ്രഹ്മരൂപമേ നമാമ്യഹം. വിശ്വകർമ്മ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അവഗണന. അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയും രണ്ട് സംഘടനകളെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മത്തിന് അർഹമായ പ്രാതിനിധ്യം നൽകുക എന്ന മുഖ്യമായ ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ റാലിയും സമ്മേളനവും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി കൺവീനർമാരെ ക്ഷണിച്ചിരിക്കുകയും അവരെ കൃത്യമായി അതിൽ പങ്കെടുക്കുന്ന അറിയിക്കുകയും വിശ്വകർമ്മത്തിനെ ഇനി ഒരു കാരണവശാലും അവഗണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഈ സമ്മേളനം ഇവിടെ ആരംഭിക്കുന്നതും ഈ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള സീറ്റുകളിൽ വിശ്വകർമ്മ സമുദായത്തെ പരിഗണിച്ച് കാലം എത്രയും കഴിഞ്ഞു പോയത് പൊക്കോട്ടെ, വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ പരിപാടിയിൽ അണിചേർന്ന എല്ലാ വിശ്വകർമ്മ അംഗങ്ങൾക്കും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ ഈ റാലി ഇവിടെ ആരംഭിക്കുകയാണ്. ജയ് വിശ്വകർമ്മ. ഇതുമായി ബന്ധപ്പെട്ട വിശ്വകർമ്മജർ തുടക്കം കുറിച്ചു എന്ന് പറയുന്നതാണ്. അതിന്റെ മുന്നോടിയായി നടക്കുന്ന റാലിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളോടൊപ്പം തന്നെ പോലെ കഴിച്ചതെല്ലാം പോട്ട് വരും നാടുകളിൽ വിശ്വകർമ്മത്തിന് വേണ്ട അടയാളം കുറിക്കുവാനുള്ള പ്രപഞ്ചത്തിന്റെ ആളുകൾ കുറിക്കുന്ന ഈ വേളയിൽ എല്ലാവിധ ഭാവങ്ങളും ഈ ചേർന്നുകൊണ്ട് എന്റെ വാക്ക് കുറിക്കുന്നു. AKVMS, VSS എന്നീ വിശ്വകർമ്മ സംഘടനകൾ സംയുക്തമായി വിശ്വകർമ്മ അവകാശ സംഗമം നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി എന്നീ വിശ്വകർമ്മ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത വിശ്വകർമ്മ അവകാശ സംഗമം നടത്തി. കുറുപ്പമ്പടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച സംയുക്ത റാലി AKVMS ബോർഡ് മെമ്പർ ശ്രീ നാരായണൻ PG, VSS ബോർഡ് മെമ്പർ ശ്രീ സന്തോഷ് NT എന്നിവർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുന്നത്തുനാട് താലൂക്കിന് കീഴിലുള്ള AKVMS, VSS എന്നീ സംഘടനകളിലെ ശാഖകളിൽ നിന്നും 1000-ഓളം ആളുകൾ അണിനിരുന്ന റാലി ഇരുവിച്ചിറ വിശ്വജ്യോതി ഹാളിൽ അവസാനിച്ച് പൊതുസമ്മേളനം ആരംഭിച്ചു. AKVMS കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ KP വേണു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VSS കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ PP ഷാജി സ്വാഗതം ആശംസിച്ചു. AKVMS യൂണിയൻ ട്രഷറർ ശ്രീ KR വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ NC മോഹനൻ, UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ മുഹമ്മദ് കുഞ്ഞ്, BJP എറണാകുളം നോർത്ത് ജില്ലാ സെക്രട്ടറി ശ്രീ ബസിത് കുമാർ എന്നിവർക്ക് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനസംഖ്യാ അനുപാതത്തിൽ അർഹമായ പ്രാതിനിധ്യം വിശ്വകർമ്മ സമുദായത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം നൽകി. എല്ലാ മുന്നണികളും വിശ്വകർമ്മജർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്ന് ഉറപ്പു നൽകി. VSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ MN സജീവൻ, AKVMS യൂണിയൻ സെക്രട്ടറി ശ്രീ ബാലൻ PK, VSS യൂണിയൻ ട്രഷറർ ശ്രീ MP പ്രസാദ്, VSS യൂണിയൻ മഹിളാ പ്രസിഡന്റ് ശ്രീമതി ഉഷ രാജൻ, AKVMS യൂണിയൻ മഹിളാ സെക്രട്ടറി ശ്രീമതി ജിഷ സജീവ്, VSS യൂണിയൻ YF സെക്രട്ടറി ശ്രീ ശ്രീകുമാർ KA, AKVMS YF സെക്രട്ടറി സതീഷ് KC, AKVMS ഇരുവിച്ചിറ ശാഖ ട്രഷറർ ശ്രീ KK മനോജ് എന്നിവർ ആശംസകൾ അറിയിച്ചു. AKVMS യൂണിയൻ രക്ഷാധികാരി ശ്രീ AM ശിവൻ കൃതജ്ഞത പറഞ്ഞ യോഗം അവസാനിപ്പിച്ചു. പഞ്ചബ്രഹ്മരൂപമേ നമാമ്യഹം.
പഞ്ചബ്രഹ്മരൂപമേ നമാമ്യഹം ശ്രീ വിശ്വരൂപായ സത്യസ്വരൂപായ ശ്രീ വിരാട് ബ്രഹ്മമേ നമാമ്യഹം. കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം 10% വരുന്നു. രാജഭരണകാലത്ത് 6 MLC-മാർ ഉണ്ടായിരുന്നു ഈ സമൂഹത്തിന്. കുടില് മുതൽ കൊട്ടാരം വരെ പണിയുന്ന സമുദായം, വർണ്ണാഭമായ കനകാഭരണങ്ങൾ നിർമ്മിക്കുന്ന വിശ്വകർമ്മ സമുദായം, ശില്പവേലകളിലും പാത്രനിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണത്തിലും വിഗ്രഹ നിർമ്മാണത്തിലും പ്രാവീണ്യമുള്ള പരമ്പരാഗത സമുദായം. നാളിതുവരെയുള്ള പ്രവർത്തന കാലങ്ങളിൽ വിവിധ സർക്കാരുകൾ വന്നുപോയെങ്കിലും ഈ സമുദായത്തിന് വേണ്ടത്ര പരിഗണനയോ സംവരണമോ നാളിതുവരെ ലഭിച്ചിട്ടില്ല. മറിച്ച് ലഭ്യമായത് തിരിച്ചെടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിശ്വകർമ്മ സമുദായങ്ങൾ ഒന്നിച്ചൊരു കുടക്കീഴിൽ പ്രവർത്തിക്കുവാനും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനും വേണ്ടി ഈ വിശ്വകർമ്മ അവകാശ സംഗമ റാലി ഇതായി വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഇരവിച്ചിറ വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വിശ്വകർമ്മ നഗറിനെ ലക്ഷ്യമാക്കി വിശ്വകർമ്മ സമുദായം ഒരേ മനസ്സോടെ അണിനിരന്നുകൊണ്ടുള്ള ബഹുജന റാലി ഇതാ കടന്നു വരികയാണ്. ഇന്ന് റാലി ഇരവിച്ചിറ വിശ്വകർമ്മ നഗറിൽ വിശ്വജ്യോതി ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരുമ്പോൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ KP വേണു അധ്യക്ഷനാകുന്ന യോഗത്തിൽ അഖില കേരള വിശ്വകർമ്മ സഭയുടെ യൂണിയൻ ഖജാൻജി ശ്രീ KR വിജയൻ അനുശോചനം രേഖപ്പെടുത്തുമ്പോൾ VSS കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ PP ഷാജി സ്വാഗതമരുളുന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ NC മോഹനൻ, UDF പെരുമ്പാവൂർ നിയോജക മണ്ഡലം കൺവീനർ ശ്രീ കുഞ്ഞു മുഹമ്മദ്, BJP എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ ബ്രഹ്മരാജ് തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് VSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ MN സജീവൻ, അഖില കേരള വിശ്വകർമ്മ മഹാസഭ യൂണിയൻ സെക്രട്ടറി ശ്രീ ബാലൻ PK, VSSന്റെ ബോർഡ് മെമ്പർ ശ്രീ സന്തോഷ് NT, AKVMSന്റെ ബോർഡ് മെമ്പർ ശ്രീ നാരായണൻ PG, VSS യൂണിയൻ ഖജാൻജി ശ്രീ പ്രസാദ് MP, മഹിളാ സംഘത്തിന്റെ യുവജന സംഘത്തിന്റെ യൂണിയന്റെ നേതാക്കന്മാരും നമ്മെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ബഹുജന റാലിയിൽ പങ്കാളികളാകുവാൻ അതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ ആദ്യാവസാനം വരെ അണിനിരക്കുവാൻ വിശ്വകർമ്മ സമൂഹത്തെ അഭിമാനത്തോടെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ലക്ഷ്മിയും വായുവും സംഗമിച്ച് ഓംകാരനാദമുയർന്നു. ഓംകാരനാദത്തിനാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു. ഓംകാരനാദത്തിനാധാരമാം രൂപം ശ്രീ വിരാട് ബ്രഹ്മമായി തെളിഞ്ഞു. പ്രപഞ്ചത്തിനാധാര ശക്തിയായി തെളിഞ്ഞു. കേരളത്തിലെ വിശ്വകർമ്മ സമൂഹം 10% വരുന്നു. രാജഭരണകാലത്ത് 6 MLC-മാർ ഉണ്ടായിരുന്നു ഈ സമൂഹത്തിന്. കുടില് മുതൽ കൊട്ടാരം വരെ പണിയുന്ന സമുദായം, വർണ്ണാഭമായ കനകാഭരണങ്ങൾ നിർമ്മിക്കുന്ന വിശ്വകർമ്മ സമുദായം, ശില്പവേലകളിലും പാത്രനിർമ്മാണത്തിലും കെട്ടിട നിർമ്മാണത്തിലും വിഗ്രഹ നിർമ്മാണത്തിലും പ്രാവീണ്യമുള്ള പരമ്പരാഗത സമുദായം. നാളിതുവരെയുള്ള പ്രവർത്തന കാലങ്ങളിൽ വിവിധ സർക്കാരുകൾ വന്നുപോയെങ്കിലും ഈ സമുദായത്തിന് വേണ്ടത്ര പരിഗണനയോ സംവരണമോ നാളിതുവരെ ലഭിച്ചിട്ടില്ല. മറിച്ച് ലഭ്യമായത് തിരിച്ചെടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിശ്വകർമ്മ സമുദായങ്ങൾ ഒന്നിച്ചൊരു കുടക്കീഴിൽ പ്രവർത്തിക്കുവാനും ആനുകൂല്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനും വേണ്ടി ഈ വിശ്വകർമ്മ അവകാശ പ്രമുഖരായ വ്യക്തികൾ, വിശ്വകർമ്മ സഭയുടെ നേതാക്കന്മാർ, അഹമ്മദാബാദ് വിമാനനിലയത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാർ, പഹൽഗാമിൽ കൊടും ഭീകര
വെടിയേറ്റ് മരിച്ച പ്രിയപ്പെട്ട വിശ്വകർമ്മ സമുദായ ഇന്ന് ഇവിടെ നമ്മൾ ഒരു ചരിത്രം കുറിക്കുകയാണ്. വിശ്വകർമ്മ സമുദായം അഖില കേരള വിശ്വകർമ്മ മഹാസഭയിൽ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു അവകാശ മുന്നോട്ട് പോയി എങ്കിൽ എന്തുകൊണ്ട് വിശ്വകർമ്മനെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്? അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കങ്ങളുമില്ല. ഒരു രീതിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വിശ്വകർമ്മ സമുദായങ്ങൾ നമ്മൾക്ക് ചെയ്തു തരേണ്ടതുണ്ട്. അതിനെല്ലാം വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ ഒട്ടേറെ പറയുന്നു? ക്ഷേത്രങ്ങളിൽ ഹൈന്ദവ സമൂഹത്തിന് തുല്യ പ്രാധാന്യമാണ് അല്ലേ? ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രവേശന തൊഴിലും ക്ഷേത്രങ്ങളിൽ ഓരോ വിശ്വകർമ്മത്തിന് അത്യാവശ്യമായിരുന്നു. അതൊരു കാലഘട്ടങ്ങളിൽ അവരെ ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ സമുദായം നമ്മുടെ 5 തൊഴിലും ക്ഷേത്രങ്ങളിൽ നിയമിതരായിരുന്നു. പക്ഷെ ജനാധിപത്യത്തിന്റെ കടന്നുകയറ്റവും സവർണ മേധാവികളുടെ കടന്നുകയറ്റവും കൊണ്ട് ആ സമുദായത്തെ, വിശ്വകർമ്മ സമുദായത്തെ ആ ജോലിയിൽ നിന്ന് ഒന്നൊന്നായി പുറത്തേക്ക് തള്ളുവാൻ തയ്യാറായി. അങ്ങനെ ആ തൊഴിലുകൾ, നമ്മളുടെ കുലത്തൊഴിലുകൾ, പരമ്പരാഗത തൊഴിലുകൾ ക്ഷേത്രങ്ങളിൽ അവസാനിച്ചു. അതിനുശേഷം നമ്മുടെ തൊഴിലുകൾ ഇവിടെ ഐടിയിലും ഡിപ്ലോമയുമായി കോഴ്സുകളിലേക്ക് മാറ്റപ്പെട്ടു. നമ്മളുടെ കുലത്തൊഴിലുകൾ എവിടെയെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഓരോ ട്രേഡായിട്ട് ഇവിടെ കുട്ടികൾക്ക് പഠിക്കുവാൻ അവസരത്തിലേക്ക് വന്നു. ആ സാഹചര്യത്തിൽ സർക്കാർ എന്ത് ചെയ്തു? ഈ തൊഴിലുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒട്ടനവധി സമൂഹമായ ലക്ഷക്കണക്കിന് ആളുകൾ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണ്ടേ എന്നും, എന്നാൽ അവരുടെ കുട്ടികളിൽ ആ തൊഴിലുകളിൽ മതിയായ സംവരണവും പ്രാതിനിധ്യവും അനുവദിക്കുവാൻ ഒരു സർക്കാരും തയ്യാറായില്ല. അങ്ങനെ ആ തൊഴിലുകളും നമ്മൾ വിട്ടുവരുന്നു. അങ്ങനെ കാലകാലങ്ങളായി വിശ്വകർമ്മന് എന്തെല്ലാം അധികാരങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കവർന്നെടുത്തുകൊണ്ടാണ് ഇവിടെ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുമ്പോൾ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും ഇത്രയും മഹത്തരമായ ഒരു ഭരണഘടന ഈ ലോകത്തൊരു രാജ്യത്തുമില്ല. കാരണം അത് വളരെ കൃത്യമായി ഒരു സൂക്ഷ്മ അണുവിന് പോലും ഇവിടെ ജീവിക്കുവാനുള്ളതും അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നടപ്പാക്കുന്ന ഭരണാധികാരികൾ അത് കൃത്യമായി പാലിക്കുന്നില്ല. അവിടെയാണ് നമ്മൾക്കുള്ള പ്രശ്നം. അപ്പോൾ ഈ സമൂഹത്തെ, ഈ സമുദായത്തെയും ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ആ ഗവൺമെന്റിന്റെ മുഖ്യ ഉത്തരവാദിത്വം എന്താണ്? ഇവിടെ ഏതൊക്കെ സമുദായങ്ങൾക്ക് എന്തെല്ലാം പ്രാതിനിധ്യം ലഭിക്കുന്നില്ല അതെല്ലാം പരിശോധിക്കണ്ടേ? സർക്കാർ ജോലിയിൽ ഏതെല്ലാം സമുദായത്തിനും അല്ലെങ്കിൽ ഏതെല്ലാം അവസരം അനുഭവിക്കുന്ന സമൂഹത്തിനും എന്തെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഈ സർക്കാർ ജോലിയിൽ ഈ വരുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് എന്ന് പരിശോധിക്കണ്ടേ? ആ പരിശോധിച്ചുകൊണ്ട് അവർ കുറവാണെങ്കിൽ ആ സമുദായത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം സജ്ജമാക്കണ്ടേ? അതല്ലേ ഒരു ജനാധിപത്യ മര്യാദയും ജനാധിപത്യ രീതിയും. എന്നാൽ താഴെത്തട്ടിൽ, ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടുത്തെ സർക്കാരുകൾക്ക് കഴിയുള്ളൂ. അത് കൊടുത്തവർക്ക് മാത്രം വീണ്ടും വീണ്ടും കൊടുത്ത് ആ വോട്ട് ബാങ്ക് ഉറപ്പിച്ച് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ മാത്രം പോകുമ്പോഴാണ് നമ്മളെ പോലെ വളരെ മാന്യമായി സമാധാനപരമായി ജീവിക്കുന്ന വിശ്വകർമ്മ സമുദായം
നമ്മൾ ആരുടെയും നമ്മൾക്കത് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു നേതാക്കന്മാരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ അവസ്ഥ ഈ ജനത്തിന്റെ മുന്നിലും ഇവിടുത്തെ സമൂഹത്തിന്റെ മുന്നിലും നമുക്ക് എത്തിക്കുന്നത് അത്യാവശ്യമാണ്. അത് വിശ്വകർമ്മത്തിന്റെ ഈ പ്രശ്നങ്ങളെ എത്തിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം അത് നമ്മൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും വിശ്വകർമ്മത്തിന്റെ അധികാരങ്ങൾ വരെ വേറെ സമുദായങ്ങൾക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനെ നമ്മൾക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ ഇതേപോലെ നമ്മൾ സൂചിപ്പിച്ച പോലെ PSS-ഉം AKMS-ഉം വളരെ കൃത്യമായ രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്ന രണ്ട് സംഘടനകൾ പ്രബല സംഘടനകളാണ്. ആ പ്രബല സംഘടനകൾ രണ്ടും ചേർന്ന് നിന്നാൽ ഇന്ന് പെരുമ്പാവൂർ മണ്ഡലത്തിൽ കുന്നത്തുനാട് മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളിൽ നമ്മൾക്ക് ചിലതൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളത് വളരെ കൃത്യമാണ്. നമ്മൾക്കത് വളരെ കൃത്യമായി അറിയുകയും ചെയ്യാം. അത് മുൻകാലഘട്ടങ്ങളിൽ ചില നിയമസഭാ മത്സരങ്ങൾ നിങ്ങളൊന്ന് പുറകോട്ട് മാറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ആരോടും ഒരു ബാർഗെയിനും ചെയ്യാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സമുദായത്തെ കൃത്യമായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അത് ജില്ലാ പഞ്ചായത്ത് അടക്കം നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഈ 3 സ്ഥലങ്ങളിലും ഒരു വിശ്വകർമ്മജനം ഉണ്ടാവണം. അതിന് ചില കാരണങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഒട്ടനവധി യോഗങ്ങളിൽ നമ്മളുടെ MP-മാർ, MLA-മാർ മുതലായ അംഗങ്ങൾ, മന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ അവർ നമുക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആവശ്യം വരുമ്പോൾ ഞാൻ വിശ്വകർമ്മജനാണ്, നിങ്ങളുടെ കാര്യം ഞാൻ നടത്തി തരും എന്ന് നമുക്കൊരു വാഗ്ദാനം തരും. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് നല്ല ഉഷാറായി കൈയടിക്കും. ഈ കൈയടി മാത്രം നമുക്ക് ബാധിച്ചുള്ളൂ. ആവശ്യം വരുമ്പോൾ ആ പറയുന്ന ആൾ ഏത് സമുദായത്തിലാണോ ഉള്ളത് ആ സമുദായത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ഈ രീതിയിലേക്ക് മാറ്റി ചിന്തിക്കുവാൻ നാം തയ്യാറായത്. അപ്പോൾ നമ്മളുടെ എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾക്കൊട്ടനവധി വിഷയങ്ങളുണ്ടാവാം. നമ്മൾ പരസ്പരം അല്ലെങ്കിൽ പല ആളുകൾ പല വിഷയങ്ങളും നമ്മളുണ്ടാവും. ആ വിഷയങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ ആദ്യമേ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ വിശ്വകർമ്മജൻ അതായിരിക്കണം നമ്മുടെ മുന്നിലെ ഏകപദം. വേറൊരു പദത്തിനും നമ്മുടെ സ്ഥാനമില്ല. ആ ഏകപദത്തെ കണ്ടുകൊണ്ടായിരിക്കണം ഓരോ വിശ്വകർമ്മജനും മുന്നോട്ടുള്ള പ്രയാണം. ഏത് മേഖല എടുത്താലും ആ മേഖലയിൽ ഒരു വിശ്വകർമ്മജന്റെ കൈമുദ്ര പതിപ്പിക്കുവാൻ നമ്മൾക്ക് സാധിക്കും. അത് സാധിച്ച ചരിത്രമുണ്ട്. വിശ്വകർമ്മജൻ അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഇവിടെ ചരിത്രകാരന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല, അത് ഇവിടെ രേഖാമൂലം ധരിച്ചിട്ടുള്ള സത്യങ്ങളാണ്. ഇന്ന് മനുഷ്യൻ കൺകുളിർക്കെ കാണുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കൺകുളിർക്കെ കണ്ട് മനസ്സിനും ശരീരത്തിനും സന്തോഷമടയുന്ന ഓരോ സ്തൂപങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിച്ച് മുഴുവൻ വിശ്വകർമ്മനാണ്. വേറെ ആർക്കും അവകാശപ്പെടേണ്ടത്. അപ്പൊ ആ രീതിയിൽ അത്ര കഴിവുള്ള നമ്മൾ പിന്നോട്ട് പോകേണ്ടവരല്ല, മുന്നോട്ട് തന്നെ പോകേണ്ടവരാണ്. ആ ഉദ്ദേശത്തോടു കൂടി വളരെ കൃത്യമായ രീതിയിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളെ അതേപോലെ തന്നെ ഇവിടെ എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വിശ്വകർമ്മജന വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ള സമുദായങ്ങളെ പോലെ തന്നെ വിശ്വകർമ്മജനും അവകാശങ്ങളും അധികാരം നൽകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ എല്ലാവിധ ഭാവങ്ങളും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശ്വകർമ്മജനും ഈ ഒരു സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ യോഗവേദിയിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇനിയുള്ള പ്രവർത്തനത്തിലും ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ നമ്മൾക്ക് മുന്നോട്ട് പോകണം. കാരണം വിശ്വകർമ്മജന്റെ പൊതുവായ പ്രശ്നങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾക്ക് മുന്നോട്ട് പോകണമെന്ന് മാത്രമല്ല, വരും കാലങ്ങളിൽ സെപ്റ്റംബർ 17 വരെ സംയുക്തമായി ആചരിക്കുവാനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ സമൂഹം കടന്നു പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളുടെ ഓരോ വിശ്വകർമ്മയിലും ഈ കാര്യം വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ സംഘടനയ്ക്ക് വളരെയധികം ശക്തി പകരുവാനുള്ള ശേഷിയും നമ്മുടെ ഓരോ പ്രവർത്തകർക്കും ഉണ്ടാവട്ടെ എന്നും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും വിശ്വകർമ്മദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് വിശ്വകർമ്മ. മേഖലാ നേതാക്കന്മാർക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്.
ആദ്യമായി BSSന്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ MN സജീവൻ, അദ്ദേഹം BSSന്റെ യൂണിയൻ ട്രഷറർ BK അസിത് കുമാർ അവർക്ക് നിവേദനം സമർപ്പിക്കുന്നു. ബഹുമാന്യനായ വരുമ്പോൾ നല്ല തീക്ഷ്ണമായ ഭാഷയിൽ അവകാശം രേഖപ്പെടുത്തുന്നു. നിങ്ങളെ എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ അവകാശ സംരക്ഷണ സംഗമത്തിന് എല്ലാ വിധത്തിലുമുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഞാനിങ്ങനെ വേണുചേട്ടൻ്റെ പ്രസംഗം കേട്ടപ്പോൾ പിന്നെ ഈ നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാതെ വേറെ സംസാരിക്കാൻ പോകുന്ന ഉചിതമല്ലല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ മുൻപ് നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടിയുടെ ഭാഗമായി മത്സരിച്ച് ജയിച്ചവരും തോറ്റവരുമായിട്ടുള്ള ആരൊക്കെ ഇവിടെ ഉണ്ട് എന്നൊരു ഗവേഷണം ഞാനിവിടെ നടത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരാൾ തല താഴ്ത്തി പിടിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഞാൻ വരാൻ 5 മിനിറ്റ് വൈകിയപ്പോൾ എനിക്ക് പുറത്തുനിന്നൊരു ടെലിഫോൺ കോൾ വന്നു. അത് മുളക്കുഴയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇവരോട് ജയിച്ചു, ഇവരോട് ഇനിയും ഒരുപക്ഷെ ഈ ലൈറ്റ് ഇങ്ങനെ വച്ചേക്കൊണ്ട് ഈ നോട്ടം അങ്ങോട്ട് എത്തില്ല. അത് അങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ബൈക്ക് വെച്ചത്, ഈ ലൈറ്റ് വെച്ചതാണ് എന്റെ സംശയം. ഇനിയും ഒരുപാട് പേരെടുത്ത് പറയാൻ കഴിയുന്ന സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും നമ്മുടെ വേദിയിലും സദസ്സിലും കാണാം. പിന്നെ എന്റെ കണ്ണിലേക്ക് തന്നെ അടുപ്പിച്ചു വെക്കല്ലേ, അതൊക്കെ അങ്ങനെ നയിപ്പിച്ചോ. നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ സമൂഹത്തിന് അർഹമായ പ്രാതിനിധ്യം ലഭിക്കണം എന്ന ആവശ്യത്തോട് ആർക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനിടയില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശത്തോട് അനുഭാവപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വിശ്വകർമ്മ സമൂഹത്തിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ മുഖ്യധാരയിലുള്ള കുടുംബാംഗങ്ങളാണ്. ഞാൻ ഈ സമുദായത്തിന്റെ കണക്കൊന്നും പറയാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാനെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ജനിച്ച സമുദായം നിങ്ങളുടെ നോട്ടത്തിൽ ഒരു പക്ഷേ എന്നെ അടുത്തറിയുന്നവർക്കറിയാം വേറെ ആയിരിക്കും. പക്ഷെ എന്റെ ബ്ലഡ് കുത്തി നോക്കിയാൽ പരിചയത്തെ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ സ്വന്തം അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളിൽ ഒരാളായി നിങ്ങൾ തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഞാൻ പരിചയത്താണ് എൻ്റെ വീട്. വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്, ഇപ്പൊ താമസിക്കുന്ന പെരുമ്പാവൂരൊക്കെ ആണെങ്കിലും പരിചയത്തുകാരനാണെന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന അതിൽ അഭിമാനമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ഭക്ഷണം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ ആഗ്രഹം സബലീകൃതമാകുവാൻ എന്നെ പോലെയുള്ള പ്രവർത്തനം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പല പ്രതിസന്ധികളും പല പ്രതിലോമകാരികളും നമുക്കുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ആ ഉദ്ദേശ ലക്ഷ്യം നേടുവാൻ നിങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് വളരെ വിനയപൂർവ്വം എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമുണ്ട്, ഇല്ലേ? ഒരു കപ്പലണ്ടി വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് എക്കാലത്തും ഞാൻ കപ്പലണ്ടി വണ്ടി ഊന്തി അത് ഇങ്ങനെ വറുത്ത് 10 രൂപയ്ക്ക് വിറ്റ് കുടുംബം കഴിക്കണം എന്ന ആഗ്രഹമില്ല. അവനുമുണ്ടാകും ഒരാഗ്രഹം, നാളെ 2 ഭരണി വാങ്ങിച്ചു വയ്ക്കണം, അതിൽ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വയ്ക്കണം, പിന്നീട് അത് ചെറിയ
പെട്ടിക്കടയായി ഉയർത്തണം. അതിനുശേഷം അത് വലിയ കേട്ടറിക്കടയായി ഉയർത്തണം. അതുപോലെ വലിയ വലിയ ചിന്തകളും പ്രതീക്ഷകളും ഏതൊരു മനുഷ്യനുമുണ്ട്. അങ്ങനെ ആ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ഈ മുന്നേറ്റം വളരെ ഭംഗിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, ഞാൻ ഒറീസയിൽ ഒരു അത്യാവശ്യത്തിന് വേണ്ടി പോയി. അവിടെ അപ്പോൾ നമ്മുടെ കുടുംബം നന്നാവും, നമ്മുടെ അയൽവാസി നന്നാവും, നമ്മുടെ മക്കൾ നന്നാവും. ഇന്നത്തെ മക്കളുടെ സ്ഥിതി നിങ്ങൾക്കറിയാമല്ലോ. ഞാനിവിടെ സമയം കൂടുതൽ കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ദൈവിക ചിന്ത കുറവ്. പണ്ടൊക്കെ നമുക്ക് അത്താഴം തരണമെങ്കിൽ എല്ലാ വിഭാഗം ആളുകളുടെയും വീട്ടില് ആ സന്ധ്യാ പ്രാർത്ഥന എത്തിക്കണം. വെളുത്തു കൊളുത്തു ആ ഹിന്ദു സംസ്കാരം അങ്ങനെയാണ്. എന്നിട്ട് അവിടേക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കും, ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരും അവര് ആ സന്ധ്യാനാമം എത്തിക്കാതെ അത്താഴം വിടമില്ല. ഇത് തന്നെയാണ് മുസ്ലിങ്ങൾ. അത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സഹായ സഹകരണങ്ങളും നൽകി നിങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഉൾക്കൊള്ളുവാൻ തയ്യാറാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഭാരത്. 100ഓളം ആളുകൾ ജില്ലയിലുള്ളൂ. അതിൽ 15 പഞ്ചായത്തോളം ഈശ്വര വിഭാഗത്തില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലും ഈശ്വര വിഭാഗത്തിൽ മെമ്പർമാരുണ്ടാവും. പക്ഷെ ഈശ്വര വിഭാഗത്തില് BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവിടെ കൊണ്ടത് ഏത് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആരും ജയിക്കും, ഒരാളെന്തെങ്കിലും ഒരാളെ ജയിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ ശക്തി കാണിക്കാനുള്ള അവസരമാണ്. ഇപ്പൊ കുഞ്ഞുമുക്ക വളരെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വന്നപ്പോൾ സംസാരിച്ചു. 25 വയസ്സായി. അപ്പോ അനുഭവ സമ്പത്തുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും സാധിക്കാം. മറ്റു വിഭാഗങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ആളുകൾ ചെല്ലുന്നു, അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് ആളുകൾ ചെല്ലുന്നു, സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അങ്ങനെ നമ്മളെയും കാത്തു നിൽക്കുന്ന അവസരത്തിലേക്ക് നമ്മുടെ എത്താൻ വേണ്ടി നമ്മൾ എല്ലാവരും ഇപ്പോൾ 2 സംഘടനയാണ് ചേർന്നത്. ഞാൻ ചോദിച്ചു, ഇത് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലേക്കും വ്യാപിപ്പിക്കണമെന്ന ആഗ്രഹം. അങ്ങനെ വ്യാപിച്ചു വരുമ്പോൾ നിങ്ങളെയും കാത്ത്, നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റെയും ജില്ലാ പ്രസിഡന്റെയും കാത്ത് BJPയുടെയും CPMയുടെയും കോൺഗ്രസിന്റെയും MLAമാരും MP മാരും മന്ത്രിമാരുമെല്ലാം നിങ്ങളുടെ ഓഫീസുകളിൽ കാത്തിരിക്കുന്ന ഒരു അവസരമുണ്ടാവും. അങ്ങനത്തെ അവസരത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒത്തൊരുമയോട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ പറയുവാനുള്ളത്. കൂടാതെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 2022 PM വിശ്വകർമ്മ യോജന എന്ന ഒരു പദ്ധതി വിശ്വകർമ്മ ജയന്തി രൂപീകരിച്ചു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്ന, കൈത്തൊഴിൽ ചെയ്യുന്ന മുഴുവൻ സ്വാഭാവികമായിട്ടും വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നമ്മുടെ CSA സെന്റർ വഴി ഓൺലൈനായിട്ട് അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് റെക്കമെൻഡേഷൻ ചെയ്ത് നിങ്ങളുടെ തൊഴിൽ പ്രാവീണ്യത്തിലേക്ക് ഒരു സർട്ടിഫിക്കറ്റും 6 ദിവസത്തെ ആ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ 1 ദിവസത്തേക്ക് 500 രൂപ സ്റ്റൈപ്പൻഡും, കൂടാതെ നമ്മുടെ തൊഴിൽ മേഖല ഏതാണോ ആ മേഖലയിൽ 15,000 രൂപയുടെ ടൂറിസ്റ്റ് കിറ്റും പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന എന്ന സ്കീമിൽ അംഗങ്ങളായവർ കിട്ടും. ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്ന നിവേദനം ഞാൻ എൻ്റെ ജില്ലയുടെ 3 ജില്ലാ പ്രസിഡന്റുമാരുമായി സംസാരിച്ച് ഏറ്റവും മാന്യമായി ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വലിയ ഭാഗമായി കഴിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസം പോരാതെ ഉച്ചവരെ കാലാവസ്ഥ എത്ര പ്രതികൂലമായിരുന്നു. ഇപ്പോൾ നോക്കി അപേക്ഷിച്ച് നോക്കിയേ, നമ്മുടെ ഘോഷയാത്ര കുറുപ്പുകളിൽ ആരംഭിക്കുമ്പോൾ ഒരു ചെറിയ കാലമഴ ഉണ്ടായിരുന്നു. വൈകുന്നേരം തുടങ്ങാനും നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച് തുടങ്ങി. ഇവിടെ എത്തി ഈ സമയം വരെ ഒരു തടസ്സവുമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് നീങ്ങി. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം,
നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്ത് നമുക്ക് നേടുവാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരുടെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വമത എന്ന പേരിൽ നമ്മൾ ഒരുമിച്ച് വരും കാലങ്ങളിൽ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരു കൈ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം എല്ലാവരുടെയും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അർഹരായ പ്രാതിനിധ്യം നൽകുമെന്ന് നമ്മുടെ മൂന്ന് മുന്നണികളും നമ്മൾ അറിയിച്ചു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിൽ ഓരോ വാർഡുകളിലും നമ്മുടേതായ പ്രായത്തിലുള്ള നമ്മുടെ അംഗങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ മുന്നണികളിൽ അറിയിപ്പ് കൊടുക്കണം. നമ്മുടെ വിശ്വസനീയമാരുണ്ട്. നമ്മുടെ ഓരോ വാർഡിലെ അംഗങ്ങൾക്കാണ് നമ്മുടെ വോട്ടുകൾ എത്രയുള്ളൂ നമുക്ക് എത്ര അറിയാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് നാളെ നമ്മൾ മുന്നണി അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇത്രയും കാലം നമുക്ക് വോട്ട് വാങ്ങിയില്ലായിരുന്നു. ഇത് നമുക്ക് വോട്ട് വാങ്ങി രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകണം. ഇത് കേരളത്തിൽ തന്നെ വിശ്വസനീയതയുടെ ഇടയിൽ ഒരു തുടക്കം അത് നമ്മുടെ കുന്നത്താടിൽ നിന്നാണ് ആരംഭിക്കുകയാണ്. ഇനി എന്തുവരെ തീരുമാനങ്ങളുടെ കാരണം നമ്മുടെ ഏത് സമരം കുറവുകളിലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തോളോട് ചേർത്തുകൊണ്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണമെന്ന് മാത്രം ആശംസിക്കുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്, നമ്മുടെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞതുപോലെ വരും കാലങ്ങളിൽ നമ്മുടെ ഓരോ തലങ്ങളിലും പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തുകളിലും എല്ലാം നമ്മുടെ വിശ്വമത പ്രാതിനിധ്യം ഉറപ്പാക്കണം. നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരെയും ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ തോപ്പിക്കാൻ തന്നെയാണ് ഈ യോഗത്തോടു കൂടി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ പഞ്ചായത്ത് രാജ് നടപ്പിലാക്കി. പക്ഷെ കേരളത്തിൽ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. 27% അർഹരായിട്ടുള്ള OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഈ കേരളത്തിലും അത് നടപ്പിലാക്കും. ഒരുപാട് ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. രാജഭരണകാലത്ത് യഥേഷ്ടം രാജ്യസഭയിലേക്ക് കയറി ചെല്ലുവാൻ അവകാശമുണ്ടായിരുന്ന വർഗമായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ ഭരണകാലത്ത് 6 MLC-മാരുണ്ടായിരുന്ന ഒരു വർഗമാണ് വിശ്വകർമ്മ. ഇന്ന് ഒരാൾ പോലും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാം തരാം. എങ്ങനെ തരും? പിന്നിട്ട് നിന്ന് നമുക്ക് കിട്ടുമോ? ഒന്നായി നിന്നാൽ നന്നായി വരും, നന്നായാൽ ഒന്നാകാമെന്നൊരു വളരെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. വരും കാലങ്ങളിലും ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വകർമ്മന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നു സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 3% സംവരണം തന്നിട്ടുണ്ടായിരുന്നു ഒരു സർക്കാർ. ഇപ്പോൾ ആ സംവരണം എവിടെ പോയി? ഇന്ന് ആ സംവരണം നമുക്കില്ല. പേരില് വിവരാവകാശ നിയമമനുസരിച്ച് അന്വേഷിച്ചാലുണ്ട്. പക്ഷേ എത്ര പേര് കിട്ടിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. പെരികൊല്ലൻ എന്ന് പറയുന്ന വിഭാഗത്തിനാണ് സംവരണം വെച്ചിട്ടുള്ളത്. ബിൽക്കുറിപ്പ് എന്ന വിഭാഗത്തിനാണ് സംവരണം വെച്ചിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം ആ പരിഗണനയിൽ പെട്ടിട്ടില്ല ഇതുവരെ. പലർക്കും പല സമയങ്ങളിൽ പണ്ട് കിട്ടിയിട്ടുണ്ടായി. ഇന്ന് അതൊന്നും നമുക്ക് കിട്ടാത്ത കരിയായി മാറിയിരിക്കുകയാണ്. നമ്മളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ വരും തലമുറ ഒന്നും കിട്ടാതെ നഷ്ടപ്പെടലിന്റെ പക്കത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് എന്താണ് അവസ്ഥ? ഹിന്ദുവിന്റെ ആയാലും ക്രിസ്ത്യന്റെ ആയാലും മുസ്ലിമിന്റെ ആയാലും കുട്ടികൾ മയക്കുമരുന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും പ്രകൃതി പോലും നമുക്ക് അനുകൂലമായ ഒരു ഘടകം ഒരുക്കി തന്നു. ഈ സമ്മേളനവും നമുക്ക് അനുകൂലമായ ഒരു ഘടകം
മാറ്റിയെടുക്കണം. അതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ഈ ഘോഷയാത്രയും ഈ സമ്മേളനവും നമ്മൾക്ക് 100% വിജയമാണ്. പ്രകൃതി പോലും നമുക്ക് അനുകൂലമാണ്. ഒരുപക്ഷെ ഞാൻ ആ മുന്നിൽ നിൽക്കുന്നത് എന്നെയും ഈ UDF-ന്റെ ചെയർമാനായ ആളെ നിങ്ങൾ കണ്ടുമാണ്. കാരണം ഞാനവിടെ വരുന്നതെന്നല്ല, ഓരോ എത്ര ഘോഷയാത്രയിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു എന്ന് ഓരോന്നും നിരീക്ഷിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നത്. അത് അറിയുകയും ചെയ്തു. ഏതായാലും നല്ലൊരു ഘോഷയാത്ര നടത്തി ഈ പരിപാടി 100% വിജയിപ്പിച്ച എന്റെ അണികൾക്ക് ഞാൻ ആദ്യമായി അവരെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ യൂണിയൻ സെക്രട്ടറി ശ്രീ ബാലൻ ഒരു കാര്യം പറഞ്ഞു. തിരുവിതാംകൂർ പ്രജാസഭയിൽ വിശ്വകർമ്മ സമുദായത്തിന് 6 MLC-മാരുണ്ടായിരുന്നു. അതുണ്ടായി വന്നതിന്റെ ഒരു ചരിത്രമുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 73 കൊല്ലം മുൻപ് വിശ്വകർമ്മ സമുദായത്തിൽ നിന്ന് ജനിച്ചു വളർന്ന കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ നേതാവുണ്ടായിരുന്നു, രാജഗോപാൽ അതാചാരി. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് നാഗർകോവിലിൽ വെച്ച് കോൺഗ്രസിന്റെ ഒരു വലിയ സമ്മേളനം നടന്നു. ആ സമ്മേളനം കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു, വിശ്വകർമ്മ സമുദായത്തിന്റെ നേതാക്കന്മാരെയും അന്ന് അവിടെ എത്തിയപ്പോൾ തമിഴ്നാടിന്റെ ഭാഗത്ത് കുറച്ചുകൂടി കേരളത്തെ അപേക്ഷിച്ച് ശക്തമായിരുന്നു, അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അവരെല്ലാം ചെന്ന് കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊരു മഹാ ചരിത്രമാണ്. ഈ സമരപാതയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണ്, കോൺഗ്രസിന്റെ ഭാഗമായി ചേരണം. അങ്ങനെയാണ് നമുക്ക് അധികാരത്തിന്റെ പാതയിൽ എത്താൻ കഴിയുന്ന അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന രാജഗോപാൽ ആചാര്യ സാറ് പല നേതാക്കന്മാരോടും പറയാൻ കഴിയും. അവരത് പ്രജാ അസംബ്ലിയിലും ബന്ധപ്പെട്ട ദിവാനെയെല്ലാം അറിയിച്ചതിന്റെ ഫലമായിട്ടാണ് പ്രജാ അസംബ്ലിയിൽ ശ്രീപൂരം പ്രജാ സഭയിൽ വിശ്വകർമ്മ സമുദായക്കാരെ അന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്, തെരഞ്ഞെടുക്കല്ല ചെയ്തത്. അതിനകത്തൊരു വേദി ഉണ്ടായി. അതേപോലെ ഒരു വേദി ഇന്ന് നമ്മളുടെ മുന്നിൽ നമ്മൾ ഒരുക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിന് മുൻപായിട്ട് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾക്ക് അർഹപ്പെട്ട പ്രാതിനിധ്യം കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രാതിനിധ്യം ഉണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. 2006 മുതലാണ് നേതൃത്വം നൽകിയ വിശ്വകർമ്മ സമ്മേളനം. ഈ വേദിയിൽ തന്നെയാണ് ഞാനവിടെ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നത്. ഇപ്പൊ അതിന് വിപരീതമായി അതിന് വലിയ വാഗ്ദാനം ചെയ്തിരുന്നു. അത് ഏകദേശം എല്ലാം തന്നെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ സദ്യം ക്ഷമിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ മുന്നണികളുടെ സഭ കൂടി വേണമെന്നുള്ള ആ ഒരു അവസ്ഥ നിലനിർത്തിക്കൊണ്ടാണ് അത്തരം ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ മുന്നിൽ ഒരു നിവേദനമായി കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മുടെ നിവേദനത്തെ അവരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. വരും കാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ആളുകളായി രാഷ്ട്രീയ ചിഹ്നത്തിന്റെ മാത്രം നോക്കി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് എന്ത് തരുന്ന ഏത് രാഷ്ട്രീയ മുന്നണിയാണോ അവരോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് മാത്രമാണ് അവരുടെ മുന്നിൽ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വരും കാലങ്ങളിൽ ഈ രണ്ട് സംഘടനകളുടെയും എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ഉണ്ടാകുമെന്നും കൂട്ടായി നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇലക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമ്മുടെ ആളുകളായ ഒരു മെമ്പറെങ്കിലും ഉണ്ടാകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. ഇത്രയും പറയാനുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. അഖിലേന്ത്യാ വിശ്വകർമ്മ സഭയ്ക്കും വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിക്കും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന് നമ്മുടെ ഈ അവകാശ സംഘവും വൻ വിജയമായി തീർന്ന എല്ലാവർക്കും മഹിളാ സംഘത്തിന്റെ സെക്രട്ടറിയായ ഞാൻ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, അതുപോലെ തന്നെ അനുസ്വാഗതം രേഖപ്പെടുത്തിയ വിജയചേകൻ, സ്വാഗതം രേഖപ്പെടുത്തിയ ഷാജി ചേകൻ,
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നിന്ന് എത്തിച്ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരെ, AKDMS സംഘടനയുടെ നേതാക്കന്മാരെ, BSSന്റെ സംഘടനാ നേതാക്കന്മാരെ, അതുപോലെ തന്നെ മഹിളാ പ്രവർത്തകരെ, ബോർഡ് മെമ്പർമാരെ, വൈദ്യുത പ്രവർത്തകരെ, വിവിധ ശാഖകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ശാഖാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിഹിതമായ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചത്. ഇത്ര പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ കൂടെ വേദി പങ്കിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അത് ഈ പ്രസ്ഥാനത്തിലൂടെയാണ് എനിക്ക് നേടിക്കിട്ടിയത്. അതിന് ഞാൻ ആദ്യം തന്നെ വിശ്വമതയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ അവകാശ സംഗമം ഇതുപോലെ ഭംഗിയായിട്ട് നടത്തിത്തരാൻ വേണ്ടി സഹകരിച്ച നമ്മുടെ AKDMSന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും BSSന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും എല്ലാവിധ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ നാടിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംബന്ധിച്ചിരുന്ന നമ്മുടെ സമുദായ സഹപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പരിപാടി എഴുതുന്നത് അവകാശ സംഗമം എന്ന് എഴുതിയിരിക്കുന്നത് ഒരു മഹാസംഗമവും മഹാസംഭവവുമായി മാറിയിരിക്കുകയാണ്. കാരണം സംസ്ഥാന തലത്തിൽ വിഘടിച്ചു നിൽക്കുന്ന പല സംഘടനകളും പല രീതിയിലും പല പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ഇവിടെ 2 താലൂക്ക് യൂണിയനിൽപ്പെട്ട സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചത് മഹാസംഭവം തന്നെയാണ്. ഒരുപക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഞാൻ എറണാകുളം കാണുന്നത് തന്നെ രാജേന്ദ്ര മൈതാനത്ത് സംഗമത്തിൽ പങ്കെടുക്കുന്നതോടെയില്ല. അതിന് മുമ്പ് എറണാകുളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ രാജേന്ദ്ര മൈതാനത്ത് നടന്ന സംഗമത്തിൽ ഞാനൊക്കെ BSS പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. BSSൽ നിന്ന് ആ സംഗമത്തോട് കൂടി KVS ആയി, അതിനുശേഷം AKDMS ആയി. അപ്പൊ അതിന്റെ പുറകിലുള്ള BSSഉം KVSഉം AKDMSഉം ഒക്കെ വേറെ സംഘടനകളുടെ വീണ്ടും പ്രവർത്തിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പലരും വീണ്ടും പല പ്രവർത്തനങ്ങളുമായിട്ട് നടക്കുന്നു. ഇവിടെ ഈ സംഗമം നടത്തിയത് മഹാസംഗമം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നിവേദനങ്ങളെല്ലാം ഇതിന് അംഗീകരിക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സംഘടനാ പ്രവർത്തനങ്ങളും സാമുദായിക പ്രവർത്തനങ്ങളായിട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നമ്മുടെ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മെമ്പർമാരായിട്ട് സ്ഥാനാർത്ഥികളായിട്ട് പരിഗണിക്കുന്നത് വന്നവരും. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്ന പരിപാടികളിലും എല്ലാം ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും സമൂഹത്തിലാക്കി പ്രവർത്തിക്കുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്ന ആത്മാർത്ഥമായിട്ട് സംഘടനകളിലും പൊതുസമൂഹത്തിലും സാമുദായിക സംഘടനകളിലെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നമ്മുടെ സ്ഥാനാർത്ഥികളായി ഒരു പരിഗണിക്കാൻ സാധ്യത തന്നെയുള്ളൂ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഇതുപോലെ സംഭവങ്ങളും സംഗമങ്ങളും ഈ താലൂക്ക് യൂണിയനിൽ നിന്നും ജില്ലാ തലത്തിലേക്കും സംസ്ഥാന തലത്തിലേക്കും പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിലും ഈ പ്രവൃത്തിയുടെ ഈ നമ്മുടെ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് എൻ്റെ ചുമതലയിൽ നടത്തുന്നുണ്ട് 2 ആളുകൾ. ഇന്ന് നമ്മളിവിടെ നടന്ന സംഗമം വർഷങ്ങൾ മുമ്പേ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. പക്ഷെ എന്തൊക്കെയോ ആനുകാലികമായ ചില മാനസിക എന്തോ പിന്നിൽ പലരെയും പുറപ്പെട്ടിരിക്കുകയും നമ്മൾ ഒന്നായിട്ട് നടക്കേണ്ട ആളുകൾ നമുക്കറിയാം. നമ്മുടെ നാടുകളിലെ ഓരോ ശാഖകളിലും ശാഖാ പരിസരങ്ങളിലൊക്കെ നമ്മുടെ സഹോദരന്മാരും വേണ്ടപ്പെട്ട ആളുകളും ഒക്കെയാണില്ല. എന്നാൽ സംഘടനാ തലത്തിൽ വരുമ്പോൾ നമ്മൾ 2 തട്ടുകളിലായി കുറെ കാലങ്ങൾ നിന്നു. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. കോട്ടങ്ങൾ മാത്രമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് ഇതിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഇതിന് നേതൃത്വം നൽകിയ കുന്നത്തുനാട് താലൂക്ക് ഇരു യൂണിയനുകളും കൂടി ആലോചിച്ച് ഒരു ഉത്തമമായ നല്ലൊരു, അതായത് കേരളത്തിൽ തന്നെ മാതൃകയായ രീതിയിൽ നമ്മളത് തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എൻ്റെ കാരണം വെച്ചാൽ നന്ദി രേഖപ്പെടുത്തുന്ന സമയം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും തീർച്ചയാണ്. കാരണം നേരത്തെ ഞാൻ വീട്ടിലേക്ക് പോകാനും എന്നുള്ള ചിന്തയോ ആയിരിക്കും. അപ്പോൾ ഞാൻ കൂടുതലും നേരിക്കൊണ്ട് പോകില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച അഖില കേരള വിശ്വമഹാസഭയുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ KP വേണുഗോപാലിന് ഈ സംഭവത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.
അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഈശ്വര പ്രാർത്ഥന ചെയ്യുക തിരുവിച്ച ശാഖയുടെ ബാലസംഘം അംഗങ്ങൾക്ക് ഈ സംഘത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ വരികയും നമ്മളോട് വളരെ വിശദമായ രീതിയിൽ പ്രഭാഷണം നടത്തുകയും നമ്മുടെ മെമ്മോറാണ് കൈപ്പറ്റുകയും ചെയ്ത ശ്രീ NC മോഹൻ അവർ, ശ്രീ കുഞ്ഞു അവർ, ശ്രീ ശശികുമാർ അവർ, ഇവർക്കും നമ്മുടെ യൂണിയന്റെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ യോഗത്തില് ആയുഷ്വാദനം രേഖപ്പെടുത്തിയുള്ള കേരള സഭയുടെ ആചാര്യ ശ്രീ KR വിജയൻ അവർക്ക് ഈ സംഘത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ